ശ്രീരാമായ നമോ നമ. സർക്കം 73. ഇന്ദ്രജിന്മായ യുദ്ധം. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വര കപീശ്വരോ. എല്ലാ ബന്ധുജനങ്ങൾക്കും നമസ്കാരം. അങ്ങനെ മക്കളായ അധികായൻ, ദേവാന്തകൻ, തൃശ്ശരസ് മുതലായിട്ടുള്ളവര് മരിച്ച വിവരം രക്ഷോഗണങ്ങൾ ചെന്ന് അറിയിച്ചപ്പോൾ ദശാനനൻ വളരെ കേണു. പുത്രവധവും അതിനു മുമ്പുണ്ടായ ഭ്രാതൃവധവും കുംഭകർണന്റെ വധവും ഓർത്ത് മാഴുകി. അപ്പോൾ രാക്ഷസരാജസൂനുമായിട്ടുള്ള ഇന്ദ്രജിത്ത് അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയാണ്, അച്ഛാ, ഈ ഇന്ദ്രജിത്ത് ജീവിച്ചിരിക്കെ താതൻ തൻ്റെ നില വിടരുത്. വലിയ രാക്ഷസ ചക്രവർത്തിയാണ് അദ്ദേഹം. തൻ്റെ നിലവിട്ട് ഇങ്ങനെ കരിയേ ആ മനോനില നിയന്ത്രിച്ച് നിർത്തണം. അങ്ങയുടെ ഗാംഭീര്യത്തിനൊരു തടസ്സം ഉണ്ടാവരുത്. ഞാൻ തയ്യാറാണ്. യുദ്ധത്തിൽ ഇന്ദ്രാരിയുടെ ബാണമേറ്റ് ആർക്കാണ് പ്രാണൻ നിലനിർത്താൻ കഴിയുക? ഞാൻ ബാണപ്രയോഗം ചെയ്യുന്നുണ്ട് അച്ഛാ. ഇന്ന് തന്നെ ഞാൻ രാമനും ലക്ഷ്മണനും ദേഹം മുഴുവൻ കീറി മുറിഞ്ഞ് ഭൂമിയിൽ കിടക്കുന്നതായി അച്ഛന് കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. അദ്യന്ദ്രവൈവസ്വത വിഷ്ണുരുദ്ര സാധ്യാശ്ച വൈശ്വാനര ചന്ദ്രസൂര്യ. ഇന്ന് തന്നെ ഇന്ദ്രൻ, വൈവസ്വതൻ എന്ന സൂര്യൻ, വിഷ്ണു, രുദ്രന്മാര്, സാധ്യന്മാര്, ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, ചന്ദ്രൻ മുതലായിട്ടുള്ളവരൊക്കെ ലോകസാക്ഷികളാണ്. ഇവരൊക്കെ കാണും. ദ്രക്ഷ്യന്ത്യമേ വിക്രമം, എൻ്റെ വിക്രമം അവരൊക്കെ കാണും. അപ്രമേയം, കണക്കാക്കാൻ പറ്റാത്ത എൻ്റെ വിക്രമത്തെ അവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിഷ്ണോരി ഉഗ്രം ബലിനവാടെ. മഹാബലിയുടെ യജ്ഞത്തിന് ഒരു കുള്ളനായി ചെന്ന് വിഷ്ണു പിന്നീട് വലിയൊരു വിക്രമം കാണിച്ചില്ലേ? ത്രിഭുവനങ്ങൾ മുഴുവൻ കീഴടക്കി ത്രിവിക്രമനായിട്ട് ലോകം മുഴുവൻ കാണുന്നില്ലേ? ആ മാതിരി വലിയൊരു വിക്രമം ഞാനും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് യുദ്ധത്തിന് പുറപ്പെട്ടു. വലിയ കഴുതകളെ പൂട്ടി വായുവേഗമാർന്ന രഥത്തിലേറി ആ രഥം ഇങ്ങനെ സൂര്യരഥം മാതിരി തിളങ്ങി. അപ്പൊ അനുചരന്മാരും പുറപ്പെട്ടു. അവര് എന്തൊക്കെ ആയുധങ്ങളാണ് എടുത്ത് പറയുന്നത്. വലിയ വലിയ വില്ലുകള്, പ്രാസം, വലിയ കുന്തങ്ങള്, മുദ്ഗരം, വലിയ ഗതയില് മുള്ളുമാതിരി ഘടിപ്പിച്ചിട്ടുള്ള മുദ്ഗരങ്ങൾ, നിസ്തൃംശങ്ങള്, വാള്, പരശ്വതം, വലിയ മഴു, ഗത, ഭുഷുണ്ഡി, ഇതൊരായുധാണ്. യഷ്ടി, ശതഘ്നി. യഷ്ടി ഇരുമ്പോണ്ടുള്ള വടി മാതിരിയുള്ള സാധനങ്ങള്. ശതഘ്നി, തീ കൊളുത്തിക്കൊണ്ട് എന്തോ ഒരു ഇതാണ്. അതങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ 100 ആൾക്കാരെ കൊല്ലാൻ പറ്റും എന്നുള്ളതാണ്. പരിഘം, പരിച മുതലായിട്ടുള്ള ആയുധങ്ങളെത്തി ധാരാളം രാക്ഷസന്മാര് ഇന്ദ്രജിത്തിന്റെ പുറത്ത് പിന്നാലെ അങ്ങനെ പുറപ്പെട്ടു. ഒപ്പം എങ്ങനെയുള്ള യാനങ്ങളിലാണ് അവർ പോയത്, എങ്ങനെയുള്ള വാഹനങ്ങളിലാണ് വെച്ചാൽ പറയാണ്, ആന, പരമവാജിഭി എന്നാണ്. വലിയ വലിയ കുതിരകള്, കടുവകള്, വലിയ തേള്, വലിയ പൂച്ചകള്, കഴുത, ഒട്ടകം, ചിലർ പാമ്പ്, പന്നി, കാട്ടുമൃഗങ്ങളെ, സിംഹം, കുറുക്കൻ, കാക്ക, അരയന്നം, മയിൽ, അങ്ങനെ പല ജാതി മൃഗങ്ങളെ അങ്ങനെ പ്രത്യേകിച്ച് അതിന് തയ്യാറാക്കി, യുദ്ധത്തിന് തയ്യാറാക്കി അതിൽ കയറിയിട്ടാണ് ഇവരൊക്കെ ഒപ്പം പോയത്. ഇന്ദ്രജിത്ത് അങ്ങനെ അവരുടെ സേനാധിപതിയായിട്ട് വെൺകറ്റക്കൊട ചൂടി പഞ്ചാഭരങ്ങളാൽ വീശപ്പെട്ട് അങ്ങനെ ആകാശത്ത് ചന്ദ്രനെ പോലെ വിരാജിച്ചു. ഇത് കണ്ട് രാവണന് സന്തോഷമായി. ഇന്ദ്രജിത്തിന് വിജയം ആശംസിച്ചു. ഇന്ദ്രജിത്ത് അങ്ങനെ യുദ്ധകളത്തിന്റെ അടുത്തെത്തി സൈന്യങ്ങളെയൊക്കെ സേനാവിന്യാസം ചെയ്ത ശേഷം അവിടെ ഒരു ഹോമം തുടങ്ങി, അഗ്നിഹോമം തുടങ്ങി. താന്നിമര കഷ്ണങ്ങളെ, ചെമ്പട്ട് മുതലായിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ഹോമത്തിലുണ്ടായിരുന്നത്. ഒരു കറുത്ത ആടിനെ കൊണ്ടുവന്ന് തലയറുത്ത് ഹോമിച്ചപ്പോൾ അഗ്നി വേണ്ട പോലെ, അഗ്നിദേവനെയാണ് ഇവിടെ ഹോമിക്കുന്നത്. വിജയലക്ഷണങ്ങൾ അഗ്നിയിൽ കാണിച്ചു തുടങ്ങി. ഉരുക്കിയ സ്വർണം പോലെ ജ്വലിച്ചുകൊണ്ട് വലം ചുറ്റിയിട്ടാണ് അഗ്നിനാളങ്ങൾ വരുന്നത്. അതിലേക്ക് ഹവിസ് ഹോമിച്ചപ്പോൾ ഹവിസ് സ്വീകരിച്ച അഗ്നിയിൽ നിന്ന് ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചെടുക്കാൻ പറ്റി ഇന്ദ്രജിത്തിന്. വില്ല്, തേരൊക്കെ ആവാഹിച്ചെടുക്കാൻ പറ്റി. എന്നിട്ട് അതിൽ കയറി അന്തരീക്ഷത്തിൽ അന്തർധാന വിദ്യ കൊണ്ട് അങ്ങനെ കാണാണ്ട് യുദ്ധങ്ങനെ ആയപ്പോഴേക്കും അന്തരീക്ഷം മുഴുവൻ വിറച്ചു. അന്തരീക്ഷത്തിലാകെ നക്ഷത്രമണ്ഡലവും ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ രാക്ഷസപ്പട അലറി ചെന്ന് താഴെ വാനരന്മാരെ എതിർക്കാൻ തുടങ്ങി. അവരെയൊക്കെ ഇടയ്ക്ക് ദൃശ്യനായിട്ട് ഇയാള് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇന്ദ്രജിത്ത്.
നിലത്ത് നിന്ന് വാനരന്മാർ പൊരുതി ഇന്ദ്രജിത്ത് വാനരന്മാരുടെ ശരീരങ്ങൾ കീറിമുറിക്കാൻ തുടങ്ങി. എന്നിട്ട് അവര് ആയുധം പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രജിത്തിനെ കാണില്ല. അപ്പോൾ വാനരന്മാർ ചെറുത്തുനിൽപ്പിന് ശക്തി കൂട്ടി. എവിടുന്ന് ആയുധം തന്നെ അത് തട്ടിത്തെറിപ്പിക്കുന്നുള്ള നിലയ്ക്കായി. പക്ഷെ അവരുടെ ശിലാവർഷം, മരങ്ങളുടെ ആക്രമണം, ഇതൊക്കെ ഇന്ദ്രജിത്ത് വ്യർത്ഥമാക്കി. രാക്ഷസ സൈനികരുടെ ഒപ്പം വേറെ ഉണ്ടല്ലോ, ഓരോരോ വാനരന്മാരെ ലക്ഷ്യമാക്കി ആയുധങ്ങൾ അയക്കാൻ തുടങ്ങി. ഗന്ധമാദനെ 18 അമ്പുകളെയ്ത് കീറി മുറിച്ചു. ദൂരെ നിന്ന് നളന് 9 അസ്ത്രം അയച്ചു. മൈന്ദൻ 7, ഗജൻ 5, ജാമ്പവാന് 10, നീലന് 30, സുഗ്രീവൻ, അംഗദൻ, ഋഷഭൻ മുതലായിട്ടുള്ള എല്ലാവരെയും നിഷ്പ്രഭരാക്കി ഇന്ദ്രജിത്ത് അസ്ത്രവർഷം കൊണ്ട്. ആദ്യം അസ്ത്രവർഷമായിരുന്നു, പിന്നെ ശസ്ത്രവർഷം തുടങ്ങി. വലിയ വലിയ ഗദ മുതലായിട്ടുള്ളവർക്ക് അങ്ങനെ വീഴാൻ തുടങ്ങിയപ്പോൾ വാനരന്മാർ ബുദ്ധിമുട്ടി. പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. അത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സഹിക്കാണ്ട് ഇന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറക് മുഴുവൻ അരിച്ചു, അരിഞ്ഞു വീഴ്ത്തി എന്നുള്ള കഥ ഉണ്ട്. ആ പർവ്വതങ്ങളെ മാതിരി വാനരന്മാരിവിടെ വീഴാൻ തുടങ്ങി. അങ്ങനെ വാനരന്മാർ വാനം നോക്കി അവിടേക്കിങ്ങനെ വീഴും. പൂത്ത മുരുക്കുകൾ മാതിരി വാനരന്മാർ ഓരോരുത്തരും രക്തത്തിൽ കുളിച്ചു വീഴാണ്. മേഘനാഥൻ പ്രമുഖ വാനരന്മാരെ മന്ത്രസംയുക്തമായ ബാണങ്ങളാൽ നട്ടം തിരിച്ചു. ഒരു 21 വാനരന്മാര് പേര് പറയുന്നുണ്ട്, ഹനുമാൻ അടക്കം. ഹനുമാൻ, സുഗ്രീവൻ, ഗന്ധമാദൻ, വേഗദർശി എന്നതായിട്ടുള്ള അവരെയൊക്കെ ഒന്നും ബോധം കെടുത്തി വീഴ്ത്തിയ ശേഷം രാമലക്ഷ്മണന്മാരെ നേർക്കായി പ്രയോഗം. മഴത്തുള്ളി പോലുള്ള ശരജാലം ഏറ്റുകൊണ്ട് രാമൻ അത്ഭുതതന്ത്രമായി. ഇവൻ ഇത്രയും വലിയ വിദ്യ, എന്തൊരു കഴിവാണ് യുദ്ധത്തിൽ എന്നുള്ള അത്ഭുതം കൊണ്ട് ലക്ഷ്മണൻ കൊണ്ട് രാമൻ പറയാണ്, ഇവൻ ബ്രഹ്മാസ്ത്രം ആശ്രയിച്ചാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ബ്രഹ്മാവിൽ നിന്ന് ഇങ്ങനെ അദൃശ്യനായി യുദ്ധം ചെയ്ത് ശത്രുക്കളെ അപ്പാടെ നശിപ്പിക്കാൻ വരവും നേടിയിട്ടുണ്ട്. ഇവനെ നമ്മളെങ്ങനെ എതിർക്കാൻ ചെല്ലുമ്പോഴേക്കും കാണാണ്ടാവും. അപ്പോൾ ലക്ഷ്മണ, ബ്രഹ്മാവിനോടുള്ള ബഹുമാനത്തോടുകൂടി ഇവന്റെ അസ്ത്രവർഷത്തെ സഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ നീ ഒരു കാര്യം ചെയ്യാം. ഇത് സഹിക്കാൻ വേണം. എതിരാണ് സൈന്യ ശക്തിയില്ല. നോക്കൂ, സുഗ്രീവന്റെ സൈന്യത്തിൽ ഒരാളെ പോലും, ഒരു സേനാനിയെ പോലും തല പൊക്കിയതായിട്ട് കാണുന്നില്ല. ആരും യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. അപ്പൊ നമുക്കൊരു തന്ത്രം ചെയ്യാം അവിടെ, അതാ പറ്റുള്ളൂ. ആവാന്ത ദൃഷ്ടുവാപതിതോ വിസജ്ഞോ നിവൃത്ത യുദ്ധോ ഹതരോഷവർഷവും. നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ വീഴ. അപ്പൊ അതാ നിവൃത്തിയുള്ളൂ. യുദ്ധത്തിൽ പല തന്ത്രങ്ങളുണ്ട്. എതിർക്കുക, ചില സമയത്ത് അവിടുന്ന് മാറുക, ചില സമയത്ത് സന്ധിക്ക് പോവുക, ചില സമയത്ത് തോറ്റു കൊടുക്കുന്ന മാതിരി കാണിക്കുക. അപ്പൊ നമ്മൾ ബോധമില്ലാതെ വീണു എന്ന് മനസ്സിലാക്കിയാൽ ഇവൻ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് രാവണ രാജധാനിയിലേക്ക് തന്നെ പോരും. ഇതാണ് ഇപ്പൊ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ബാക്കി സൈന്യത്തെ കൂടി നശിപ്പിക്കും. അപ്പോ അസോ സമാധായ രണാഗ്രലക്ഷ്മിയും, രണാഗ്രലക്ഷ്മിയെ വിജയശ്രീലാളിതനായി എന്നുള്ള ആ അവസ്ഥ കണ്ട് അവൻ തിരിച്ചു പോകും. ഇവനൊന്ന് തിരിച്ചു പോയേ ഇപ്പൊ പറ്റൂ. ബ്രഹ്മാസ്ത്രം ആണ് അവന്റെ കയ്യിലുള്ളത്. ഇങ്ങനെ ഇരുവരും വീണു. അവരെ കൂടി തോൽപ്പിച്ചു വീഴ്ത്തിയതായി അറിഞ്ഞ് വേഗം ഇന്ദ്രജിത്ത് രാക്ഷസന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് രാവണ രാജധാനിയെ പ്രാപിച്ച് അച്ഛനോട് സന്തോഷം പൂർവ്വം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗമിടെ അവസാനിക്കുന്നത്. ഹത്വായുദ്ധേ ദശാസ്യം ദ്രുഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമാവഷ്ടഭ്യതിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമേൻ ബാണം ഏകം ആരക്തോപാന്തനേത്ര ശരദളിതവഭോ കോടി സൂര്യപ്രകാശ വീരശ്രീ ബന്ധുരാംഗസ്ത്രദശപതിനുത പാതുമാം വീരരാമ.